ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ജയഭാരതിയമ്മയെ എങ്ങനെയെങ്കിലും ഇറക്കാൻ ശ്രമിക്കുകയായിരുന്നു വരുൺ. എന്നാൽ വക്കീലിനെ കൊണ്ട് അതിന് സാധിച്ചില്ല. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വക്കീലിനോടും ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് വരുൺ. എങ്ങനെയെങ്കിലും വരുണിനെ സമാധാനിപ്പിക്കാൻ രാധിക ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെയായിരുന്നു വിളിക്കുന്നത് മുത്തശ്ശി ഇറക്കാനായിട്ട് എന്നൊക്കെ വരുൺ ഇങ്ങനെ പറയുമ്പോൾ രാധിക പറയുന്നു, ആരതി ചേച്ചിയെ വിളിച്ചാലോ എന്ന്. ആരതിക്കാവുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം, അവർ തന്നെയാണ് കറക്റ്റ് എന്ന് വരുൺ. എന്നാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആരതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് രാധിക പറയുന്നു. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് വരുൺ. ഇന്നുവരെ മാനസികമായിട്ട് ഞാൻ ഇങ്ങനെ തളർന്നു പോയിട്ടില്ല. അത്രയ്ക്കും എന്നെ സ്നേഹിക്കുന്ന ആളാണ് അകത്തുള്ളതെന്ന് വരുൺ പറയുന്നു. എങ്ങനെയായാലും മുത്തശ്ശി ഇതിനെയൊക്കെ നേരിടാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ, അതുതന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എന്നൊക്കെ രാധിക പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വരുണിന് അത്രയും സങ്കടമാണ് മുത്തശ്ശി അകത്ത് കിടക്കുന്നതിൽ. ശേഷം തിരുമേനിയെ കാണിക്കുന്നു. തിരുമേനി ഒരു ധൃതിയോടെ തന്നെ വീട്ടിലേക്ക് വരുന്നു. അമ്മ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താടാ എന്ന് ചോദിച്ച് മുത്തശ്ശി അവിടേക്ക് വന്നു. കണിമംഗലത്തെ ജയഭാരതി അമ്മയുടെ പേരിൽ കേസ് കൊടുത്തിരുന്നോ അമ്മ എന്ന് ചോദിക്കുന്നു. കൊടുത്തു എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എന്ത് കുറ്റം ചെയ്തിട്ടാണെന്നൊക്കെ തന്ത്രി ചോദിക്കുന്നു. കണിമംഗലത്ത് പ്രിയങ്കയെ പോലീസുകാരാണ് അവിടേക്ക് കൊണ്ടാക്കിയത്. അവളെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. അവളെ അവിടെ തല്ലിച്ചരച്ചു. അപ്പോൾ പിന്നെ പോലീസിൽ പറയണ്ടേ? അമ്മ എന്തൊക്കെയായി കാണിച്ചു കൂടുന്നത് എന്ന് യശോദ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായാലും ചോദിക്കുമ്പോൾ തന്ത്രി പറയുന്നുണ്ട്, ജയഭാരതിയമ്മയെ വിലങ്ങ് വെച്ച് പോലീസ് കൊണ്ടുപോയി. അമ്മ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ വരണം. പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി പിൻവലിക്കണമെന്ന് തന്ത്രി. പരാതി കൊടുത്തത് പിൻവലിക്കാനല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടാനായിട്ടാണ്. നിനക്കതിൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുകുമാരി. ഇത് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. കണിമംഗലത്തെ ഏറ്റവും മുതിർന്ന അംഗമാണ് ജയഭാരതി അമ്മ. അവരെ വിലങ്ങ് വെച്ച് ആ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുക എന്ന് വെച്ചാൽ ഒരു ജന്മം മുഴുവനും മാപ്പ് പറഞ്ഞാൽ തീരാത്ത കുറ്റമാണ്. അമ്മ പരാതി പിൻവലിച്ചേ പറ്റൂ. സുകുമാരി പറയുന്നു, എൻ്റെ ഭാഗത്തുനിന്ന് അത് പ്രതീക്ഷിക്കേണ്ട. ജയഭാരതി ശിക്ഷിക്കപ്പെടേണ്ടവൾ തന്നെയാണ്. പ്രിയങ്ക എവിടെ? അവളെയും കൊണ്ട് ഞാൻ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് തന്ത്രി. അഹങ്കാരത്തോടെ തന്നെ അവിടെ ഇരിക്കുകയാണ് സുകുമാരി അമ്മ. വീടാകെ പ്രിയങ്കയെ നോക്കുന്നുണ്ട്. പ്രിയങ്ക എവിടെയെന്ന് തന്ത്രി സുകുമാരിയോട് ചോദിക്കുന്നു. എനിക്കറിയില്ല, അവൾ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് സുകുമാരി അമ്മ. ഇത്രമാത്രം ക്രൂരത അമ്മ എങ്ങനെയാണ് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സ്വന്തം വാശിയല്ലാതെ അമ്മയ്ക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുകുമാരി അമ്മയോട് തന്ത്രി. എനിക്ക് സിംഹാസനത്തിൽ പട്ടുമത്തേൽ ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല ഞാൻ കഷ്ടപ്പെടുന്നത്. എൻ്റെ കൊച്ചുമോളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ ഒട്ടും വിട്ടുവീഴ്ച കാണിക്കത്തില്ല. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് സുകുമാരി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. നമ്മൾ സ്റ്റേഷനിലേക്ക് പോകാം. പ്രിയങ്ക കാണിച്ച കള്ളത്തരങ്ങൾ മുഴുവനും നമുക്ക് അവരോട് പറയാമെന്ന് യശോദ തന്ത്രിയോട് പറയുന്നുണ്ട്. ഒരു കാരണവുമില്ല. ആ CI തന്നെയാണ് ജയഭാരതിയമ്മയെ അറസ്റ്റ് ചെയ്തത്. വരുണിനോടും രാധികയോടുള്ള ഒരു കടമുണ്ട്. ഇതിനെല്ലാം വളം വെച്ച് കൊടുത്തത് നമ്മുടെ അമ്മയാണെന്നും തന്ത്രി പറയുന്നു. ഇനി അവരുടെയൊക്കെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു മാപ്പിരക്കാൻ പോലും ഗതിയില്ലാത്തവനായിട്ട് ദേവനാരായണൻ തിരുമേനിയെ മാറ്റിക്കളഞ്ഞില്ലേ അവര്? ഇവരെയാണല്ലോ ഈശ്വര ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് തന്ത്രി. ശേഷം കാണിക്കുന്നത് വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോവുകയാണ് സുകുമാരിയമ്മ. എന്നിട്ട് അവിടെ ഗേറ്റ് തുറന്ന് പറമ്പിലേക്ക് ഇറങ്ങി. അവിടെ പ്രിയങ്ക മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ജയഭാരതിയെ പോലീസുകാരെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. നിന്റെ അച്ഛൻ അതിൻ്റെ ബഹളത്തിലാണ്. നീ ദേവൻ്റെ കൺമുന്നിൽ പെടണ്ട, എവിടെയെങ്കിലും മാറി നിൽക്കേ. കൺമുന്നിൽ കണ്ടാൽ നിന്നെ ബലമായിട്ട് സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് പോകും ദേവൻ. കണിമംഗലം ജയഭാരതി സ്റ്റേഷനിൽ ഇരിക്കട്ടെ, അത് ഓർത്താൽ തന്നെ എന്തൊരു സന്തോഷമാണെന്ന് പറഞ്ഞ് സുകുമാരിയമ്മയും പ്രിയങ്കയും ചിരിക്കുന്നു. ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടക്കുകയാണ് ജയഭാരതിയമ്മ. വരുൺ അവിടേക്ക് വന്ന ആ കാഴ്ച കാണുന്നുണ്ട്. മനസ്സ് തകർന്നാണ് വരുൺ ആ കാഴ്ച കാണുന്നത്. രാധികയും അവിടേക്ക് വന്നു. ആ കാഴ്ച കണ്ട് സഹിക്കാൻ കഴിയാതെ വരുൺ സങ്കടത്തോടെ കണ്ണു തുടച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇത് രാധിക കാണുകയും പിറകെ രാധികയും ഇറങ്ങി വരികയും ചെയ്യുന്നു. ജീവിതത്തിൽ എന്തൊക്കെ നേരിട്ടു എന്ന് പറഞ്ഞാലും ഒരു വലിയ തോൽവി തന്നെയാണിതെന്ന് വരുൺ രാധികയോട് പറയുന്നുണ്ട്. അങ്ങനെ വരുൺ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പ്രിയങ്ക വരുണിനെ ഫോൺ ചെയ്യുന്നത്. കുറച്ച് മുന്നേ വരെ എനിക്ക് വാശിയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് മുത്തശ്ശിയും കൂട്ടി വന്ന് ആ കേസ് പിൻവലിച്ചാലോ എന്നാണ്. എനിക്കറിയാം വരുൺ ആ പോലീസ് സ്റ്റേഷൻ്റെ ഉമ്മറത്ത് സങ്കടം സഹിക്കാൻ കഴിയാതെ നിൽക്കുമായിരിക്കും. ഞാൻ വരട്ടെ? മുത്തശ്ശിക്ക് അത്രയും ഇഷ്ടമല്ലേ വരുണിന്? അതോ വേറെന്തെങ്കിലും നിലയ്ക്ക് മുത്തശ്ശി ഇറക്കാനുള്ളത് എന്തെങ്കിലും ചെയ്തോ? ഒന്ന് വരാമോ എന്നൊക്കെ വരുൺ പറയുന്നു. എന്നെ തല്ലിയതും പുറത്താക്കിയതും എല്ലാ വൈരാഗ്യങ്ങളും മറന്നേക്കാം. ഞാൻ ഇത് തന്നോട് എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യാമെന്നാ എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, എനിക്കറിയാം വരുൺ, എൻ്റെ മുത്തശ്ശിയോട് റിക്വസ്റ്റ് ചെയ്യാൻ വരുണിന് മടിയുണ്ടായിരിക്കും. അത് മറന്ന് കളഞ്ഞേക്ക്. ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ മുത്തശ്ശിയും കൂട്ടി അങ്ങോട്ട് വരാം. കംപ്ലൈൻറ്റ് പിൻവലിക്കാം.
വരുൺ ഹാപ്പിയാകുമോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രിയങ്ക ചോദിക്കുന്നത് എന്തും ഞാൻ തരാം. എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, അത് ചെയ്താൽ മതി. വരുൺ രാധിക ഉപേക്ഷിക്കണം. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വരുൺ. എന്നിട്ട് എന്നെ ഭാര്യയായി സ്വീകരിക്കണം. ഈ പറഞ്ഞ കാര്യത്തിന് വരുൺ റെഡിയാണെങ്കിൽ ആ നിമിഷം ഞാൻ കംപ്ലൈൻറ്റ് പിൻവലിക്കാം. വരുണിനെ മുത്തശ്ശിയെ പുറത്തിറക്കാം. അതല്ലെങ്കിൽ കണിമംഗലം ജയഭാരതിയ പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടക്കും. ഇന്ന് രാത്രി മുഴുവനും ആ ലോക്കപ്പിൽ കിടന്ന് നരകിച്ചിട്ട് നാളെ രാവിലെ അവരെ കോടതിയിലേക്ക് കൊണ്ടുപോകും. കണിമംഗലം ജയഭാരതിക്ക് ഒരു റിമാൻഡ് ഉറപ്പാണെന്നും പറയുന്നു. ഇതൊക്കെ കേട്ട് വരുൺ ദേഷ്യത്തോടെ പറയുന്നു, ഡേ നീ അവസരം മുതലെടുക്കാണ്. അല്ലാതെ പിന്നെ പ്രിയങ്ക വെറും പൊട്ടിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? വരുണല്ല, കണിമംഗലം കുടുംബത്തിന്റെ മുഴുവൻ ആളുകളും എൻ്റെ നേരെ കഴിച്ചുകൊണ്ടി നിന്നാലും ഞാൻ പതറില്ല. ഞാൻ പറഞ്ഞ കാര്യം വരുണിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. കുറച്ച് സമയം ഞാൻ തരാം. അതിനുള്ളിൽ രാധിക ഉപേക്ഷിച്ച് എന്നെ സ്വീകരിക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഇപ്പോൾ മുത്തശ്ശി മാത്രമേ ഉള്ളൂ പോലീസ് സ്റ്റേഷനിൽ. കുടുംബത്തിൽ ബാക്കിയുള്ളവരും ഉണ്ടല്ലോ കുറേ. എല്ലാത്തിനെയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കും. ഇത്രയും പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്ത്രി അവിടേക്ക് വന്ന് ഫോൺ പിടിച്ചു വാങ്ങി പ്രിയങ്കയുടെ കരണത്തൊന്ന് പൊട്ടിച്ചു. തൊട്ടരികിൽ കലിതുള്ളി നിൽക്കുകയാണ് യശോദയും. അവിടെ എന്തോ സംഭവം ഉണ്ടായെന്ന് വരുണിനും മനസ്സിലായിരിക്കുന്നു. നാണോ ഇല്ലേടി നിനക്ക്? ഒരു പുരുഷന്റെ ഭാര്യ പദവി ചോദിച്ചു വാങ്ങുന്നത് എത്ര നാണം കെട്ട അവസ്ഥയാണ്. എവിടെ നിന്നാടി നീ പെണ്ണിന്റെ അഭിമാനത്തെക്കുറിച്ച് പഠിച്ചത്? ഇതൊക്കെ നിനക്ക് ആരാ പറഞ്ഞു തന്നത്? ഇവരാണോ? നിന്റെ ഈ മുത്തശ്ശിയാണോ എന്നൊക്കെ ദേഷ്യത്തോട് ചോദിക്കുകയാണ് തന്ത്രി. ഇതിനേക്കാൾ ഭേദം അന്ന് കേട്ട വാർത്ത പോലെ നീ ചത്തുപോയാൽ മതിയായിരുന്നു എന്ന് യശോദ. രാധികയുടെയും വരുണിന്റെയും സ്വപ്നങ്ങൾ തകർക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ആജീവനാന്തം ദുസ്വപ്നങ്ങളല്ലാതെ മറ്റൊന്നും നിങ്ങൾ കാണില്ല. ആദ്യം അന്തസ്സുള്ള ഒരു പെണ്ണാവാൻ പഠിക്കേ എന്നൊക്കെ തന്ത്രി പറയുകയാണ്. സുകുമാരിയമ്മയോട് തന്ത്രി പറയുകയാണ്, അമ്മേ, മക്കളെ ഉപദേശിച്ച് നന്നാക്കുന്നതിൽ അച്ഛനമ്മമാർ പരാജയപ്പെട്ടേക്കാം. പക്ഷേ അതിൻ്റെ മുതിർന്ന തലമുറ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. എൻ്റെ ഈ നിൽക്കുന്ന മോളെ അമ്മ ഏറ്റെടുത്തില്ലേ? ഇതുവരെ എന്തെങ്കിലും ഒരു നന്മയുള്ള കാര്യം അമ്മ ഇവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മറ്റുള്ളവരെ വെറുപ്പിക്കാനും നശിപ്പിക്കാനും അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഓരോ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട സമയത്ത് ദുഷ്ടതകൾ മുഴുവനും പുറത്തെടുക്കുകയാണ് അമ്മ. മനസ്സുരുകി ശപിക്കുകയാണ് ഞാൻ അമ്മയെ. നരകതീയിൽ അമ്മ വെന്തുരുകും എന്നൊക്കെ പറയുന്നു. സ്വന്തം പേരക്കുട്ടിയെ ഇത്രയും മതപ്പതിച്ച ഒരു വഴിയിലൂടെ നയിക്കുന്ന മുത്തശ്ശി അമ്മയല്ലാതെ മറ്റൊരാൾ ഉണ്ടാകില്ല ഈ ലോകത്ത്. ഫോൺ പ്രിയങ്കയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇനി വെച്ചോ നീ. ഇനിയും ഒരുപാട് പേരെ ഭീഷണിപ്പെടുത്താൻ കാണില്ലേ? പിന്നെയും ചില കാര്യങ്ങളൊക്കെ തന്ത്രി പ്രിയങ്കയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. സ്വന്തം മോനാണ് നെഞ്ചു നീറി ശപിച്ചത്. എന്നിട്ടും അമ്മയുടെ കണ്ണൊന്നും നിറഞ്ഞില്ലല്ലോ. ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് യശോദയും അകത്തേക്ക് പോകുന്നു. ഇത്രയും പറഞ്ഞിട്ടും കുലുങ്ങാതെ നിൽക്കുകയാണ് പ്രിയങ്ക. ശേഷം കാണിക്കുന്നത് CI ഫോണിലൂടെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് രാധിക വരുന്നത്. എനിക്ക് മുത്തശ്ശിയോടൊന്ന് സംസാരിക്കണമെന്ന് രാധിക CIയോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്ത് സംസാരിക്കണമെന്ന് ചോദിക്കുന്നു. നിന്റെ അനുജത്തി പ്രിയങ്ക ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. വരുണിനെ പിരിഞ്ഞു പോകാൻ നീ തയ്യാറാണെങ്കിൽ കണിമംഗലം മുത്തശ്ശിയെ ഞാൻ പുറത്തയക്കാം. ആ കാര്യമാണ് സംസാരിക്കാനുള്ളതെങ്കിൽ ഞാൻ ഏർപ്പാടാക്കാം അതിൻ്റെ കാര്യങ്ങൾ. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് അനുവദിച്ചു തരുന്ന അവസാനത്തെ അവസരമാണ്. ഈ അവസരം പാഴാക്കിയാൽ പിന്നെ അവരിവിടെ കിടക്കും. എത്ര ദിവസം അവർ ലോക്കപ്പിൽ കിടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. കോടതിയിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കിയാൽ കൊള്ളാമെന്നൊരു നിയമമുണ്ട്. പക്ഷേ ആ നിയമവും മറികടക്കാനുള്ള മാർഗം എൻ്റെ കയ്യിലുണ്ടെന്നും CI പറയുന്നു. നരകിപ്പിക്കും ഞാൻ അവരെ ഇവിടെ വെച്ച്. പോലീസ് സ്റ്റേഷനിലകത്ത് വെച്ചായിരിക്കും ചിലപ്പോൾ അവർ അന്ത്യശ്വാസം വലിക്കുന്നത് എന്നും പറയുന്നു. വേണ്ട സർ, എനിക്ക് മുത്തശ്ശിയെ പുറത്തിറക്കിയേ പറ്റൂ എന്ന് രാധിക. അങ്ങനെ നിനക്ക് ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നിനക്ക് മനസ്സിലായിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ രാധികയെ ജയഭാരതി മുത്തശ്ശിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ലോക്കപ്പിലേക്ക് ചെന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് ജയഭാരതി അമ്മ. ആ കാഴ്ച കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് രാധികയും. ലോക്കപ്പ് തുറന്നു കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. ഇപ്പോൾ അവർക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. ആ സമയത്താണ് വരുണും അവിടേക്ക് വരുന്നത്. എന്നാൽ വരുൺ സംസാരിക്കാൻ പോകുമ്പോൾ ഹലോ എങ്ങോട്ടാണെന്ന് പറഞ്ഞ് CI അവിടേക്ക് വന്ന് വരുണിനെ തടയുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.